നമസ്കാരം. PSC റെവല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2024 പ്രധാന കറണ്ട് അഫയേഴ്സ് ആണ്. PSC ബുള്ളറ്റിൻ പുറത്തിറക്കിയ പ്രധാന കറണ്ട് അഫയേഴ്സിലെ കേരളവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് കടക്കാം. ഫസ്റ്റ് പോയിന്റിലെ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? എന്തിനെ കുറിച്ചിട്ടാണ് അല്ലേ? പി വത്സലയുടെ നെല്ല് എന്ന നോവലിൽ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. അപ്പോൾ അവരുടെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ആ കഥാപാത്രത്തിന്റെ പേര്? അല്ലേ, കുറുമാട്ടിയാണ്. എന്താണ്? കുറുമാട്ടി. അപ്പൊ ചോദിക്കാം അല്ലെ, കുറുമാട്ടി ഏത് നോവലിലെ കഥാപാത്രമാണെന്ന് ചോദിക്കാം അല്ലെ. ഏത് നോവലിലെയാണ്? നെല്ല് എന്ന നോവലിലെ കഥാപാത്രമാണ്. അതുപോലെ തന്നെ നെല്ല് ആരുടെ നോവലാണ്? അല്ലെ, പി വത്സലയുടെ നോവലാണ് അല്ലെ. അപ്പൊ നെല്ല് ആരുടെ നോവലാണ്? പി വത്സലയുടെ നോവലാണ്. നെല്ലിലെ കഥാപാത്രമാണ് എന്താ? കുറുമാട്ടി എന്ന് പറയുന്നത്. അപ്പോൾ പി വത്സല അല്ലെ, പി വത്സല എന്നാണ് അന്തരിച്ചത്? 2023 പി വത്സല അന്തരിച്ചത്. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കണം. അടുത്തൊരു പോയിന്റ് നോക്കാം. ജാതി വ്യവസ്ഥക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകന്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ആചരിച്ചത്? ഏത് നവോത്ഥാന നായകന്റേതായിരുന്നു അത്? അത് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടേതാണ് കേട്ടോ. ആരുടേതാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരുടേതാണ്. അപ്പൊ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 150ാമത് രക്തസാക്ഷിത്വമാണ് ഇന്ന് ആചരിച്ചത്. 2024 ആചരിച്ചത് കേട്ടോ. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കണം. അടുത്തൊരു പോയിന്റ് നോക്കാം. 2024 ജനുവരി 16 100ാം ചരമവാർഷികം. ഓക്കെ, മറ്റേത് 150 പറഞ്ഞത്, ഇത് 100ാം ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവി ആരാണ്? കുമാരനാശാനാണ്. ഓക്കെ, അപ്പം 2024 100ാം ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവി ചോദിച്ചാൽ ആരാണത്? കുമാരനാശാനാണ്. അപ്പൊ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടേത് എത്രാമത്തെ ആയിരുന്നു? 150ാമത്തേതായിരുന്നു. കുമാരനാശാന്റേത് 100ാം ചരമവാർഷികമായിരുന്നു. മാറിപ്പോകരുത്. അടുത്ത പോയിന്റ് നോക്കാം. അടുത്തത്, കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? അല്ലെ, കെ സ്മാർട്ട് പദ്ധതി എന്താണ്? കെ സ്മാർട്ട് എന്ന് പറഞ്ഞാല് അല്ലെ, കെ സ്മാർട്ട് അല്ലെ, ഇതിന്റെ ഫുൾ ഫോം ആദ്യം പഠിച്ചു വെച്ചേക്കണം. കെ സ്മാർട്ടിൻ്റെത് കെ എന്ന് പറഞ്ഞാൽ എന്താ? കേരള അല്ലെ, കേരളയാണ്. എസ് ഫോർ എന്താണ്? സൊല്യൂഷൻ. ഓക്കെ, എസ് ഫോർ എന്താണ്? സൊല്യൂഷൻ. എം ഫോർ മാനേജിങ് ആൻഡ് എ ഫോർ അഡ്മിനിസ്ട്രേറ്റിംഗ് ആൻഡ് R for reformation and T for transformation. ഓക്കെ, എഴുതി വെച്ചേക്കണം. കെ സ്മാർട്ടിന്റെ ഫുൾ നെയിം ഒന്ന് ഓർത്ത് വെച്ചേക്കണം. എന്താണ്? കെ ഫോർ കേരള, സൊല്യൂഷൻ ഫോർ മാനേജിങ്, അഡ്മിനിസ്ട്രേറ്റിംഗ്, റിഫോമിംഗ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. എന്താണ്? കേരള, സൊല്യൂഷൻ ഫോർ മാനേജിങ്, അഡ്മിനിസ്ട്രേറ്റിംഗ് ആൻഡ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ ഈ കെ സ്മാർട്ട് അല്ലെ, ഈ കെ സ്മാർട്ട് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? കെ സ്മാർട്ട് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? അല്ലെ, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള സേവനങ്ങളൊക്കെ ഓൺലൈൻ ആക്കുന്ന ഒരു പദ്ധതിയാണ് എന്താ? കെ സ്മാർട്ട് പദ്ധതി എന്ന് പറയുന്നത്. അല്ലെ, ഇപ്പൊ നമുക്ക് നേരിട്ടിട്ട് പഞ്ചായത്തിലും വില്ലേജിലൊക്കെ പോയിട്ട് ഒരുപാട് സമയം കളഞ്ഞിട്ടല്ലേ ഓരോ അപേക്ഷയ്ക്ക് കൊടുത്തിട്ട് നമുക്ക് ഒരുപാട് കാലതാമസമൊക്കെ വരാറുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നേരിട്ടിട്ട് നമുക്ക് ഓൺലൈനിൽ അപേക്ഷിച്ചാൽ പെട്ടെന്ന് തന്നെ കിട്ടുന്ന രീതിയായിട്ട് മാറിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് ഏത് പദ്ധതിയുടെ ഭാഗമാണ്? കെ സ്മാർട്ട് പദ്ധതിയുടെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ കെ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കേരള സൊല്യൂഷൻ ഫോർ മാനേജിങ്, അഡ്മിനിസ്ട്രേറ്റിംഗ് ആൻഡ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓക്കെ, അപ്പൊ അതെന്താണ് ആ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത്? അത് ഓർത്ത് വെച്ചേക്കണം അല്ലെ, പഠിക്കാൻ എളുപ്പമാണ്. 2024 ജനുവരി 1 ഈ ഒരു 2024 വർഷം ആരംഭിക്കുന്ന അന്ന് തന്നെയാണ് ഈ ഒരു കെ സ്മാർട്ട് പദ്ധതി കൊണ്ടുവരുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല. ഓക്കെ, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ജില്ലയാണ് എന്താ? സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന. ഓക്കെ, സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ജില്ലയാണ് ഏതാ? കൊല്ലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കൊല്ലം എന്താ പറഞ്ഞത്? സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് എന്താ? കൊല്ലം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ് നോക്കാം. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ എവിടെയാണ്? ഡിജിറ്റൽ സാക്ഷരതയാണ് കേട്ടോ, ഓർത്ത് വെച്ചേക്കണം.
എന്താണ് ഡിജിറ്റൽ സാക്ഷരത അല്ലെ. അപ്പൊ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണ്? അത് കൊട്ടാരക്കരയാണ്. ഓക്കെ, കൊട്ടാരക്കരയാണ് അല്ലെ. കൊല്ലത്തെ കൊട്ടാരക്കരയാണ് ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ അല്ലെ. എന്താണ് ഓൺലൈൻ ഗ്രാമസഭ? ഓക്കെ, അപ്പൊ ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാന്ന് ചോദിക്കാറുണ്ട്. ഏതാണത് അല്ലെ? നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴാണ്. ഓക്കെ, അപ്പൊ സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചാൽ ഏതാണത്? മലയൻകീഴ് അല്ലെ. എവിടത്തെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പഞ്ചായത്താണ് ഈ മലയൻകീഴ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ കൊല്ലത്ത് എന്താ നമ്മൾ പറഞ്ഞു? എന്താണ്? ഒന്ന് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ജില്ലയാണ് കൊല്ലം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതാണ്? അത് കൊട്ടാരക്കരയാണ്. പിന്നെ ഓൺലൈൻ ഗ്രാമസഭ അല്ലെ സംഘടിപ്പിച്ച ആദ്യ പഞ്ചായത്ത് ഏതാന്ന് ചോദിച്ചാൽ ഏതാണത്? മലയൻകീഴാണ്. ക്ലിയർ അല്ലേ? അടുത്ത ഭാഗത്തിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണ് അല്ലെ? എവിടെയാണ് കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം? എവിടെയാണ്? നമ്മുടെ കോഴിക്കോടുള്ള ഫറൂഖ് ആണ്. ഓക്കെ, അപ്പൊ കോഴിക്കോടുള്ള ഫറൂഖ് ആണ് കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണത്? ഫറൂഖ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം. ഓക്കെ, നമ്മുടെ രാജ്യാന്തര AI എന്ന് പറഞ്ഞാൽ എന്താ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് അല്ലെ. അപ്പൊ രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരമാണ് ഇത്? കൊച്ചി എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്ത് വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. AI ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? അതും നമ്മുടെ കേരളത്തിലായതുകൊണ്ട് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ AI ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? കൊച്ചിയാണ്. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ് നോക്കാം. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ NK ദേശത്തിന്റെ, ഓക്കെ, എന്താണ് NK ദേശത്തിന്റെ ശരിയായ പേര്? എന്താണ് NK ദേശത്തിന്റെ ശരിയായ പേര്? N കുട്ടിക്കൃഷ്ണപിള്ള എന്നാണ് കേട്ടോ. അപ്പൊ N എന്ന് പറഞ്ഞാൽ N തന്നെയാണ്. K എന്ന് പറയുന്നത് എന്താണ്? കുട്ടിക്കൃഷ്ണപിള്ള എന്നാണ് കേട്ടോ. അപ്പൊ K എന്ന് പറയുന്നത് എന്താണ്? കുട്ടിക്കൃഷ്ണപിള്ള എന്നാണ്. അപ്പൊ അദ്ദേഹത്തെ ചുരുക്കിയിട്ട് എന്താ വിളിക്കാറ്? NK ദേശം എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ N കുട്ടിക്കൃഷ്ണപിള്ളയല്ലേ എന്താണ് വിളിക്കാറ്? NK ദേശം എന്നാണ് വിളിക്കുക അല്ലെ. അദ്ദേഹം എന്താണ് 2024 അന്തരിച്ചത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. 2024 അന്തരിച്ച കവിയും നിരൂപകനുമായിട്ടുള്ള NK ദേശത്തിന്റെ ശരിയായ പേരെന്താണ്? N കുട്ടിക്കൃഷ്ണപിള്ള എന്നാണ് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. G ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള മഹാകവി G സ്മാരകം. ഓക്കെ, എന്താണ്? G സ്മാരകം കേട്ടോ, ഓർത്ത് വെച്ചേക്കണം. G ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള സ്മാരകമാണ് എന്താ? G സ്മാരകം അല്ലെ. അത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? എവിടെയാ സ്ഥിതി ചെയ്യുന്നത് അല്ലെ? നമ്മുടെ കൊച്ചിയിൽ തന്നെയാണ്, മറൈൻ ഡ്രൈവിലാണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കണം, എവിടെയാണ്? മറൈൻ ഡ്രൈവിലാണ്. അപ്പൊ G ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള മഹാകവി G സ്മാരകം അല്ലെ. G നമുക്ക് കിട്ടൂലേ? G ശങ്കരക്കുറുപ്പ് എന്ന് പറയുമ്പോൾ അല്ലെ G സ്മാരകം. അപ്പൊ മഹാകവി G സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ് അല്ലെ. കൊച്ചിയിലെ മറൈൻ ഡ്രൈവിലാണ്. അടുത്ത് നോക്കാം. 3 ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾക്ക് ഉപജീവനം ഒരുക്കി സാമ്പത്തിക സുസ്ഥിര ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി അല്ലെ. എന്താണ് ആ പദ്ധതിയുടെ പേര്? K-Lift 24. ഓക്കെ, എന്താണ് ആ പദ്ധതിയുടെ പേര്? എന്താണ്? K-Lift 24 അല്ലെ. അപ്പൊ എന്താണ് K-Lift 24 എന്ന് പറയുന്നത് അല്ലെ? കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് കുടുംബശ്രീയിലെ 3 ലക്ഷം വരുന്ന അംഗങ്ങൾക്ക് അവരുടെ എന്താണ് ഉപജീവനമൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അല്ലെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ തന്നെ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്താ K-Lift 24 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ K-Lift-ന്റെ ഒരു ഫുൾ നെയിം ഒന്ന് നമ്മൾ പഠിച്ചു വെച്ചേക്കണം അല്ലെ. K-Smart പഠിച്ച പോലെ തന്നെ K-Lift എന്താണെന്നും കൂടി പഠിച്ചു വെച്ചേക്കണം. എന്താണ്? K എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? കുടുംബശ്രീ ആണ് കേട്ടോ. കേരള എന്നൊന്നും എഴുതി വെക്കരുത്, ചിലപ്പോൾ നമുക്ക് ഓപ്ഷനിൽ അങ്ങനെയൊക്കെ തരാം അല്ലെ. അപ്പൊ K-Lift എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ വരണം അല്ലെ, എന്തുമായി ബന്ധപ്പെട്ടതാണ്? കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ K എന്ന് പറഞ്ഞാൽ എന്താണ്? കുടുംബശ്രീ ആണ്. ഓക്കെ, K എന്ന് പറയുന്നത് എന്താണ്? കുടുംബശ്രീ ആണ്. L4 അല്ലെ, K-Lift എന്നാണ് പറയാ അല്ലെ, K-Lift. അപ്പൊ L4 എന്താ? ലൈവ്ലിഹുഡ് ആണ് അല്ലെ. L4 എന്താണ്? ലൈവ്ലിഹുഡ് ആണ്. I4 എന്താണ്? ഇനീഷ്യേറ്റീവ് അല്ലെ. I4 എന്താണ്? ഇനീഷ്യേറ്റീവ്. ആൻഡ് F4 എന്ന് പറയും. പിന്നെ T4 ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓക്കെ, അപ്പൊ K-Lift എന്ന് പറഞ്ഞാൽ
കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. എന്താ പറയാ? കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ ആണ് എന്താ കെ ലിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കെ ലിഫ്റ്റ് എന്തുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? കുടുംബശ്രീയിലെ അംഗങ്ങൾക്ക് അല്ലെ എത്രയാണ് അല്ലെ 3 ലക്ഷം വരുന്ന അംഗങ്ങൾക്ക് അവരുടെ ഒരു സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കുടുംബശ്രീ തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് കെ ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു പോയിന്റിലോട്ട് പോകാം. ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ജിതേഷ് ജിയാണ് കേട്ടോ. ആരെയാണ്? ജിതേഷ് ജി. അപ്പൊ എന്താണ് ജിതേഷ് ജിനെ എവിടത്തെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് തെരഞ്ഞെടുത്തത്? അല്ലെ നമ്മുടെ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തെരഞ്ഞെടുത്തതാണ് ആരെ? ജിതേഷ് ജിയെ. അപ്പൊ കാന്തല്ലൂരിന് എന്താണ് ഒരു പ്രത്യേകത അല്ലെ? ഇന്ത്യയിൽ തന്നെ മികച്ച ടൂറിസം വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം നേടിയ പഞ്ചായത്താണ് ഏത്? കാന്തല്ലൂർ പഞ്ചായത്ത്. ഓക്കെ, അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തെരഞ്ഞെടുത്തതാണ് ആരെ? ജിതേഷ് ജിയെ. ഈ ജിതേഷ് ജി എന്ന് പറയുന്നത് ആരാണ്? അല്ലെ നമ്മുടെ വരയരങ്ങ് എന്നൊരു കലാരൂപമുണ്ട് അല്ലെ? ആ കലാരൂപത്തിന്റെ ആവിഷ്കർത്താവാണ് ആര്? ജിതേഷ് ജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വരയരങ്ങ് എന്ന കലാരൂപത്തിന്റെ ആവിഷ്കർത്താവാണ് ആര്? ജിതേഷ് ജി. അതും കൂടി ഓർത്ത് വെച്ചേക്കണം. അദ്ദേഹത്തെയാണ് കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തെരഞ്ഞെടുത്തത്. ഓക്കെ, അടുത്തൊരു പോയിന്റിലോട്ട് പോകാം. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, എന്താണ് ബ്ലൂ ഫ്ലാഗ് കേട്ടോ? ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം അല്ലെ? ഏതാണ് ആ കടൽ തീരം അല്ലെ? നമ്മുടെ കോഴിക്കോട് കാപ്പാട് കടൽ തീരത്തിനാണ് എന്ത് കിട്ടിയത്? ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അപ്പൊ എന്തിനാണ് ഈ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അല്ലെ? ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് എന്താ? ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അല്ലെ? അത് ലഭിച്ചത് ആർക്കാണ് അല്ലെ? നമ്മുടെ കേരളത്തിലെ ഈ ഒരു കടൽ തീരത്തിനാണ് അല്ലെ? ഏത് കടൽ തീരം? കാപ്പാട് അല്ലെ? കോഴിക്കോട്ടെ കാപ്പാട് കടൽ തീരത്തിനാണ്. ഓക്കെ, അടുത്ത പോയിന്റിലോട്ട് പോകാം. അടുത്തത് കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് അല്ലെ? ഏത് പേരിൽ അറിയപ്പെടുന്നത്? അരകവ്യൂഹം എന്നാണ് കേട്ടോ. എന്താണ്? അരകവ്യൂഹം. അപ്പൊ കേരള കലാമണ്ഡലത്തിലെ എവിടത്തെയാണ്? കേരള കലാമണ്ഡലമാണ്. ഓക്കെ, അപ്പൊ കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് ആണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? അരകവ്യൂഹം. ഓക്കെ, എന്താണ്? അരകവ്യൂഹം അല്ലെ? ഒരു മ്യൂസിക് ബാൻഡ് ആണ് അല്ലെ അരകവ്യൂഹം എന്ന് പറയുന്നത്. ആരാണിത് ആരംഭിച്ചത്? കേരള കലാമണ്ഡലത്തിലെ PG വിദ്യാർത്ഥികളാണ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെയാണ്? 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെയാണ്? കാസർഗോഡാണ് കേട്ടോ. എവിടെയാണ്? കാസർഗോഡാണ് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് എവിടെയാണ്? കാസർഗോഡാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് എവിടെയാണത്? സൗജന്യമായിട്ടുള്ള വൈഫൈ പാർക്ക് അല്ലെ? മാനാഞ്ചിറ സ്ക്വയർ ആണ് അല്ലെ? കോഴിക്കോടാണ്. ഇപ്പൊ ഒരുപാട് നമ്മൾ കോഴിക്കോടുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പൊ ഇവിടെ എന്താണ്? മാനാഞ്ചിറ സ്ക്വയറിന് എന്താ കിട്ടിയത് അല്ലെ? കേരളത്തിൽ തന്നെ ആദ്യ സൗജന്യ വൈഫൈ പാർക്കാണ് ഏതെന്ന് പറയുന്നത്? മാനാഞ്ചിറ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാനാഞ്ചിറ സ്ക്വയറിനാണ് എന്ത് കിട്ടിയത് അല്ലെ? ഫുള്ള് സൗജന്യമായിട്ടും അവിടെ വൈഫൈ സൗകര്യം കിട്ടിയത്. ഓക്കെ, അപ്പൊ മാനാഞ്ചിറ സ്ക്വയർ എന്ന് പറയുന്നത് എവിടെയാണത്? കോഴിക്കോടാണ് കേട്ടോ. അതും കൂടി ഓർത്ത് വെച്ചേക്കണം. അടുത്തൊരു പോയിന്റ് നോക്കാം. ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് അല്ലെ? ഏതാണ്? സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്താ? ഓർമ്മത്തോണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഓർമ്മത്തോണി എന്ന് പറയുന്നത്? എന്താണ് അല്ലെ? ഡിമെൻഷ്യ അല്ലെ? ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? മാനസിക വെല്ലുവിളികളൊക്കെ നേരിടുന്ന ആൾക്കാരുണ്ടാവില്ലേ? അപ്പൊ അവരുടെ ഒരു സൗഹൃദ കേരളം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്താ? ഓർമ്മത്തോണി എന്ന് പറയുന്നത്. ഓക്കെ,
ഓർമ്മത്തോണി എന്താണ്? ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ആരാണ്? അല്ലെ, സാമൂഹ്യ നീതി വകുപ്പാണ് ഇത് നടപ്പിലാക്കുന്നത് കേട്ടോ. അതും കൂടി ഓർത്ത് വെച്ചേക്കണം. അടുത്തൊരു പോയിന്റ് നോക്കാം. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനവകുപ്പ്, അതും കൂടി ഓർത്ത് വെച്ചേക്കണം, സംസ്ഥാന വനവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? പദ്ധതി സ്നേഹഹസ്തം. അല്ലെ, എന്താണ്? സ്നേഹഹസ്തം. എന്താണ് സ്നേഹഹസ്തം എന്ന് പറഞ്ഞാൽ? ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്താ? സ്നേഹഹസ്തം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ സ്നേഹഹസ്തം ആരാണ് നടപ്പിലാക്കുന്നത്? വനം വകുപ്പാണ് അല്ലെ. ആർക്ക് വേണ്ടിയിട്ടാണ്? ആദിവാസി ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ ആരോഗ്യ സേവനങ്ങളൊക്കെ നേരിട്ട് അവിടെ എത്തിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? ഈ സ്നേഹഹസ്തം എന്ന പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തൊരു പോയിന്റിലോട്ട് പോവാം. ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ ഇനം സ്പീഷ്യസ് അല്ലെ, ഓന്ത്, ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വടക്കൻ കങ്കാരു ഓന്ത് എന്നാണ് കേട്ടോ. എന്താണ്? വടക്കൻ കങ്കാരു ഓന്ത് അല്ലെ, കങ്കാരു ഓന്താണ് കേട്ടോ, വടക്കൻ കങ്കാരു ഓന്ത്. എവിടെന്നാ കണ്ടെത്തിയത്? ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് അല്ലെ, ഇടുക്കിയിലെ കുളമാവിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ള പുതിയ ഇനം സ്പീഷ്യസ് ആണ് അല്ലെ. ഏതാണത്? ഓന്താണ് അല്ലെ. എന്തോന്താണ്? വടക്കൻ കങ്കാരു ഓന്താണ്. ഓക്കെ, അടുത്തൊരു പോയിന്റ് നോക്കാം. മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുക? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെ. ഓക്കെ, അപ്പൊ മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെ ഇനി ഏത് പേരിൽ അറിയപ്പെടുക? സിവിൽ ജഡ്ജി എന്ന പേരിലാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചേക്കണം. എന്താണ്? വെറും ജഡ്ജി അല്ല, സിവിൽ ജഡ്ജി എന്ന പേരിലാണ് അറിയപ്പെടുക അല്ലെ. മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെ അല്ലെ, അവർ ഏത് പേരിലാണ് ഇനി അറിയപ്പെടുന്നത്? സിവിൽ ജഡ്ജി എന്ന ഒറ്റ പേരിലാണ് അറിയപ്പെടുക. ഓക്കെ, അടുത്തൊരു പോയിന്റ് നോക്കാം. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി അല്ലെ, എവിടെയാണ് വേദി? 2024 വേദി എവിടെയാണ്? അല്ലെ, തൃശ്ശൂരാണ് അല്ലെ. അപ്പൊ തൃശ്ശൂർ എന്താണ്? ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള ഏതിന്റെയാണ്? ഇന്റർനാഷണൽ ലിറ്ററേച്ചർ അല്ലെ, ലിറ്ററേച്ചർ ആണ്. ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? തൃശ്ശൂരാണ്. ഓക്കെ, ഇപ്പൊ 2024 ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണത്? തൃശ്ശൂരാണ്. ക്ലിയർ അല്ലേ? അടുത്തൊരു പോയിന്റ് നോക്കാം. കേരള നവോത്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ ഏത് ചരിത്ര സംഭവത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിച്ചത്? ഏതിൻ്റെതാണ് അല്ലെ? വൈക്കം സത്യാഗ്രഹത്തിൻ്റെതാണ് അല്ലെ. അപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികമാണ് എന്ന് ആഘോഷിച്ചത്? നമ്മുടെ 2024 ആഘോഷിച്ചത്. അങ്ങനെയാണെങ്കിൽ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ്? എളുപ്പല്ലേ അല്ലെ? എന്നാണ്? 1924 ഇതിനോട് കൂടി 100 കൂട്ടിയാലല്ലേ നമ്മുടെ 2024 കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചേക്കാം. 1924 വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അതിന്റെ 100ാം വാർഷികമാണ് എന്ന് 2024. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. ഈ കാര്യം ഓർത്ത് വെച്ചേക്കണം. അടുത്തൊരു പോയിന്റ് നോക്കാം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം അല്ലെ. അപ്പൊ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തില് പുതുക്കിയ വേതനം എത്രയാണ്? 346 രൂപയാണ്. എത്രയാണ്? 346 അല്ലെ. എളുപ്പല്ലേ പറയാന്? 3, 4, 5 അല്ല 6 ആണ് കേട്ടോ. അപ്പൊ 3, 4, 6 അല്ലെ. 346 എത്രയാണ്? 3, 4, 6 അല്ലെ. 3, 4, 6 ആണ് നമ്മുടെ കേരളത്തിന്റെ വേജസ് എന്ന് പറയുന്നത്. ഇത് തൊട്ട് മുന്നേ എത്രയായിരുന്നു? 333 ആയിരുന്നു. 333 ആയിരുന്നു. 13 രൂപയുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതൊരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എത്ര രൂപയാണ് വർദ്ധിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എത്ര രൂപയാണ് അല്ലെ? 333 നിന്ന് 13 കൂട്ടിയാൽ 346 അല്ലെ. അപ്പൊ 13 രൂപയുടെ വർധനവാണ് നമ്മുടെ അല്ലെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള വേജസ് എന്ന് പറയുന്നത്, പുതുക്കിയ വേജസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം കൊടുക്കുന്ന സംസ്ഥാനം ഏതാണ്? ഏതാ സംസ്ഥാനം അല്ലേ? നമ്മുടെ ഹരിയാനയാണ് കേട്ടോ. ഏതാ സംസ്ഥാനം? ഹരിയാനയാണ്. അവിടുത്തെ വേതനം എന്ന് പറയുന്നത് ഏകദേശം 374 രൂപയാണ് കേട്ടോ. എത്രയാണ്? 374 രൂപയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം കൊടുക്കുന്നത് ഹരിയാനയാണ്. അവിടെ 374 രൂപയാണ്. കേരളത്തിൽ എത്രയാണ്? 346 രൂപയാണ് അല്ലെ. ഇപ്പൊ ഒന്ന് വർദ്ധിച്ചിട്ടുണ്ട്, 13 രൂപ വർദ്ധിച്ചിട്ടുണ്ട്.
ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ എടുത്ത കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് അല്ലേ കുറുമാട്ടിയുമായി ബന്ധപ്പെട്ട് ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി എന്ന് പറയുന്നത്? അല്ലേ, നമ്മുടെ നെല്ല് അല്ലെ, പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി എന്ന് പറയുന്നത് അല്ലെ. പിന്നീട് ആറാട്ടുപുഴ വേലായുധ പണിക്കരിലെ അദ്ദേഹത്തിന്റെ എത്രാമത് രക്തസാക്ഷിത്വമാണ് 2024 ആചരിച്ചത്? 150 ആണ് 150ാമത്തേതാണ്. കുമാരനാശാന്റേത് എത്രാമത്തെയായിരുന്നു? അത് 100ാമത്തേതായിരുന്നു അല്ലെ. കുമാരനാശാന്റേത് 100ാമത്തെ ചരമവാർഷികമായിരുന്നു. പിന്നീട് പറഞ്ഞില്ലേ കെ സ്മാർട്ട് എന്നാണ്? 2024 ജനുവരി 1-നാണ് അല്ലെ. 2024 ജനുവരി 1-നാണ് തുടക്കം കുറിക്കുന്നത്. കെ സ്മാർട്ടിന്റെ ഫുൾ എന്താണ്? കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റിംഗ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ആണ്. ദെൻ അടുത്തത് പറഞ്ഞു സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണത്? അത് കൊല്ലമാണ് അല്ലെ. സമ്പൂർണ്ണ സാക്ഷരത അല്ലെ, ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ജില്ലയാണ് എന്ത്? കൊല്ലം എന്ന് പറയുന്നത്. എന്നാൽ കൊട്ടാരക്കര എന്തായിരുന്നു അല്ലെ? ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ അല്ലെ. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭയാണ് കൊട്ടാരക്കര എന്ന് പറയുന്നത്. എന്നാൽ മലയൻകീഴിന്റെ പ്രത്യേകത എന്താ പറഞ്ഞത് അല്ലെ? ഓൺലൈനായിട്ട് ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്താണ് ഏത്? മലയൻകീഴ് എന്ന് പറയുന്നത്. ഓൺലൈനായിട്ട് ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്താണ് ഏത്? മലയൻകീഴ് എന്ന് പറയുന്നത്. അടുത്തത് എന്താ പറഞ്ഞത് അല്ലെ? ദീപാലംകൃത പാലം അതെവിടെയായിരുന്നു? ഫറൂഖ് ആണല്ലേ. ദീപാലംകൃത പാലം എവിടെയാണ്? ഫറൂഖ് ആണ്. പിന്നെ AI ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ഏതാണ്? നമ്മുടെ കൊച്ചിയാണല്ലേ. AI ഉച്ചകോടിക്ക് വേദിയാകുന്ന കേരളത്തിലെ നഗരം ചോദിച്ചാൽ അത് കൊച്ചിയാണ്. പിന്നീട് NK ദേശം അല്ലേ, നമ്മൾ പറഞ്ഞു NK ദേശം അടുത്തിടെ അന്തരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ്? എൻ കുട്ടിക്കൃഷ്ണപിള്ള അല്ലെ. എൻ കുട്ടിക്കൃഷ്ണപിള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? NK ദേശമാണ്. പിന്നെ മറൈൻ ഡ്രൈവിലെ ആരുടെ സ്മാരകമാണ് അടുത്തിടെ ഇപ്പൊ നിർമ്മിച്ചത്? നമ്മുടെ G ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള മഹാകവി G സ്മാരകം. എന്താണ്? മഹാകവി G സ്മാരകമാണ് ഇവിടെ മറൈൻ ഡ്രൈവിലുള്ളത്. പിന്നീട് കെ ലിഫ്റ്റ് പറഞ്ഞു അല്ലേ. കെ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഫുൾ നെയിം? കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? കുടുംബശ്രീയിലെ അംഗങ്ങൾക്ക് അവരുടെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്താ കെ ലിഫ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ജിതേഷ് ജിയുമായി ബന്ധപ്പെട്ട് അല്ലെ, അദ്ദേഹത്തെ എവിടുത്തെ അംബാസിഡർ ആയിട്ടാണ് തെരഞ്ഞെടുത്തത്? കാന്തല്ലൂർ വില്ലേജിലെ അംബാസിഡർ ആയിട്ടാണ് തെരഞ്ഞെടുത്തത് അല്ലെ. അദ്ദേഹമാണ് എന്താ വരയരങ്ങ് എന്ന കലാരൂപത്തിന്റെ ആവിഷ്കർത്താവ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞൂലേ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം ഏതാണ്? അത് നമ്മുടെ കോഴിക്കോടുള്ള കാപ്പാട് കടൽ തീരമാണ് അല്ലെ. കോഴിക്കോടുള്ള കാപ്പാട് കടൽ തീരത്തിനാണ് എന്ത് ലഭിച്ചത്? ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. ഓക്കെ, അടുത്തൊരു പോയിന്റ് നമ്മൾ പറഞ്ഞൂലേ ഏതാണ്? സിവിൽ ജഡ്ജി അല്ലെ. സിവിൽ ജഡ്ജി എന്ന് വിളിക്കുന്നത് ഇനി ആരൊക്കെയാണ്? മുൻസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ള ഈ പേരിൽ സബ് ജഡ്ജി വരെയുള്ള വ്യക്തികളെയാണ് അല്ലെ നമ്മൾ ഇനി സിവിൽ ജഡ്ജി എന്ന പേരിൽ വിളിക്കുക. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ്? ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ്? തൃശ്ശൂരാണ് അല്ലെ. 2024 കേട്ടോ. 2024 ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വേദി തൃശ്ശൂരാണ്. പിന്നീട് സ്നേഹഹസ്തം അല്ലെ. സ്നേഹഹസ്തം എന്ന് പറഞ്ഞാൽ ആരാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത്? സ്നേഹഹസ്തം അല്ലെ വനം വകുപ്പാണ് അല്ലെ. അതായത് ആർക്ക് വേണ്ടിയിട്ടാണ്? ആദിവാസി ജനതയ്ക്ക് അവരുടെ ആരോഗ്യ സേവനങ്ങളൊക്കെ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഏത്? സ്നേഹഹസ്തം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് 100ാം വാർഷികം ആചരിച്ച പ്രധാന സംഭവം ഏതായിരുന്നു അല്ലെ? വൈക്കം സത്യാഗ്രഹം 2024 അല്ലേ. 1924 വൈക്കം സത്യാഗ്രഹം. 2024 അതെന്തായത്? 100ാമത് വാർഷികമാണ് ആചരിച്ചത്. അതും കൂടി ഓർത്ത് വെച്ചേക്കണം. പിന്നീട് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിന്റെ വേതനം എത്രയാണ്? 346 ആണ് അല്ലെ. ഏറ്റവും കൂടുതൽ വേതനം ആർക്കാണ്? ഹരിയാനയ്ക്കാണ്. ഓക്കെ, അടുത്ത ഭാഗത്തിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2023 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല ഏതാണ്? ജില്ല അല്ലെ നമ്മുടെ എറണാകുളമാണ്. എറണാകുളത്താണ് 2023 ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 700-ലേറെ വർഷം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്ത് എന്താണ്? വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ഏതാന്ന് ചോദിച്ചാൽ ഏതാണത്? അത് ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രമാണ്. എവിടെയാണ്? ചിറ്റൂർ മണ്ണൂർ ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ. മണ്ണടിയല്ല, ചിറ്റൂരല്ല, കൺഫ്യൂഷൻ ആയല്ലോ. ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം കേട്ടോ. ഓക്കെ, എന്താണ്?
700-ലേറെ വർഷം പഴക്കം കണക്കാക്കുന്ന വട്ടെഴുത്ത് അല്ലെ, വട്ടെഴുത്ത് കണ്ടെത്തിയ പാലക്കാട് ജില്ലയിലെ ക്ഷേത്രമാണ് ഏത്? ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം അല്ലെ. എന്താ പറയാ? ചിറ്റടി മണ്ണൂർ ഭഗവതി ക്ഷേത്രം. അവിടെയാണ് എന്ത്? വട്ടെഴുത്ത് കണ്ടെത്തിയിട്ടുള്ളത്. ഓർത്ത് വെച്ചേക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൊത്തം ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ്? ആ ജില്ല എറണാകുളം ജില്ലയാണ്. ഓക്കെ, അപ്പൊ ആഭ്യന്തര സഞ്ചാരികൾ കൂടുതൽ വന്ന ജില്ല ഏതാണ്? എറണാകുളമാണ്. അതുപോലെ തന്നെ മൊത്തം ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തിയ കേരളത്തിൽ തന്നെ ആദ്യത്തെ ജില്ലയാണ് ഏത്? എറണാകുളം എന്ന് പറയുന്നത്. അതും കൂടി ഓർത്ത് വെച്ചേക്കണം. അടുത്ത ഭാഗത്തിലോട്ട് പോകാം. അടുത്തത് കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന ബഹുമതിക്കർഹയായ ആരുടെ 125ാമത് ജന്മവാർഷികമാണ് 2024 മാർച്ച് 27-ന് ആഘോഷിച്ചത്? ആരുടേതാണ്? ലക്ഷ്മി എൻ മേനോന്റേതാണ് കേട്ടോ. അപ്പൊ കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന ബഹുമതിക്കർഹയായ ആരുടെ 125ാമത് ജന്മവാർഷികമാണ് 2024 ആഘോഷിച്ചത്? ആരുടേതാണ്? ലക്ഷ്മി എൻ മേനോൻ ആണ് അല്ലെ. ലക്ഷ്മി എൻ മേനോൻ ആണ് കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ലക്ഷ്മി എൻ മേനോൻ ആരാണ്? കേന്ദ്രമന്ത്രിയായിട്ടുള്ള ആദ്യ മലയാളിയാണ്. അവരുടെ 125ാം ജന്മവാർഷികമാണ് 2024 ആഘോഷിച്ചിട്ടുള്ളത് കേട്ടോ. അതും കൂടി ഓർത്ത് വെച്ചേക്കാം. അടുത്ത പോയിന്റ് നോക്കാം. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി IT മിഷൻ അല്ലെ. എന്താണ്? IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് എന്താ? DC കണക്ട്. ഓക്കെ, എന്താണ്? DC കണക്ട്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പൊതുജനങ്ങൾക്ക് അവരുടെ പരാതികൾ എന്ത് ചെയ്യുക? നേരിട്ട് കളക്ടർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് IT മിഷന് കൊണ്ടുവന്നിട്ടുള്ളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് എന്താ? DC കണക്ട് അല്ലെ. അപ്പൊ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് അല്ലെ. DC അല്ലെ, ഡയറക്റ്റ് ടു കളക്ടർ അല്ലെ. D എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ടു, C എന്താണ്? കളക്ടർ. അങ്ങനെ ഓർത്ത് വെച്ചേക്കാം. അപ്പൊ DC കണക്ട് എന്തിനു വേണ്ടിയിട്ടാണ്? പൊതുജനങ്ങൾക്ക് അവരുടെ പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് IT മിഷൻ. അതും കൂടി പഠിച്ചു വെച്ചേക്കണം. ആരാണ് ഈ സംവിധാനം കൊണ്ടുവന്നത്? IT മിഷൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മയക്കുമരുന്ന് കച്ചവടവും ഉപഭോഗവും തടയാന് സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധന അല്ലെ. എന്താണ് ആ പരിശോധനയുടെ പേര്? ഓപ്പറേഷൻ ഡി ഹണ്ട് അല്ലെ. ഓപ്പറേഷൻ ഡി ഹണ്ട് ആണ്. നമുക്ക് എളുപ്പമാണ് അല്ലെ ഓർത്തെടുക്കാൻ. ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രഗ്സ് ആണ് അല്ലെ. അപ്പൊ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് അഥവാ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് അതിന്റെ കച്ചവടവും അതുപോലെ ഉപഭോഗവും ഒക്കെ തടയാൻ വേണ്ടിയിട്ട് സംസ്ഥാന വ്യാപകമായിട്ട് പോലീസ് നടത്തുന്ന പരിശോധനയാണ് എന്ത്? ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഓപ്പറേഷൻ പി ഹണ്ടും ഉണ്ട്. അപ്പൊ രണ്ടൊന്നും മാറരുത്. ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രഗ്സ് ആണ്. ഓക്കെ, അടുത്ത് നോക്കാം. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി കേരള സർക്കാർ കേരള സർക്കാർ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? ചങ്ങാതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ചങ്ങാതി എന്ന് പറയുന്നത്? അതിഥി തൊഴിലാളികൾക്ക് മലയാളം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ കേരള സർക്കാരും അതുപോലെ സംസ്ഥാന സാക്ഷരതാ മിഷനും കൂടി ചേർന്നിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ചങ്ങാതി? ഇപ്പൊ ചങ്ങാതി എന്തിനാണ്? അല്ലേ, അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ടതാണ്. അവരുടെ മലയാള ഭാഷയും സംസ്കാരമൊക്കെ ഒന്ന് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരള സർക്കാരും അതുപോലെ തന്നെ സാക്ഷരതാ മിഷനും കൂടി ചേർന്നിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അടുത്തൊരു പദ്ധതി നോക്കാം. ഏതാണ്? മധുരം അല്ലെ. എന്താണ് മധുരം പദ്ധതി എന്ന് പറയുന്നത്? വയോജന അല്ലെ, വയോജനന്മാരാണ് ഇവിടെ. ഓർത്ത് വെച്ചേക്കണം. വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായി കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എന്ത്? മധുരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മധുരം എന്ന് പറയുന്നത് എന്താണ്? വയോജന സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിനും വയോജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമായിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? മധുരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ ഏതാണ്? ആദ്യ നിയമസഭ അല്ലെ, കേരളമാണ്. ഓക്കെ, ഇപ്പൊ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണത്? കേരളമാണ്. അടുത്ത പോയിന്റ് നോക്കാം. സംസ്ഥാന ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? കോഡ് ഗ്രേ പ്രോട്ടോകോൾ അല്ലെ. കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്.
അപ്പൊ എന്തുമായി ബന്ധപ്പെട്ടതാണ് കോഡ് ഗ്രേ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്? അല്ലെ, നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകരും അതുപോലെ രോഗികളും ആശുപത്രികളുടെ ഒക്കെ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ് എന്താ കോഡ് ഗ്രേ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ആദ്യമായിട്ട് പുറത്തിറക്കിയ സംസ്ഥാനമാണ് ഇത് കേരളം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? അല്ലെ, കോഴിക്കോടാണ്. അല്ലെ, ഇപ്പൊ കോഴിക്കോട് ഒരുപാട് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ എന്താണ് ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം എന്താ വരുന്നത്? സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും എടുത്ത ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? നമുക്കിതൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കട്ടോ. ഓക്കെ, ഫസ്റ്റ് അല്ലേ കുറുമാട്ടി. അല്ലെ, കുറുമാട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് എന്താ നമ്മൾ പറഞ്ഞത്? ആരാണ് കുറുമാട്ടി? ആരാണ് കുറുമാട്ടി? അല്ലെ, നമ്മുടെ പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ കഥാപാത്രമാണ് അല്ലേ കുറുമാട്ടി എന്ന് പറയുന്നത്. അവരാണ് അടുത്തിടെ അന്തരിച്ചത്. അപ്പൊ കുറുമാട്ടി ഏത് നോവലിലെ കഥാപാത്രമാണ്? അല്ലെ, നെല്ല് എന്ന നോവലിലെ കഥാപാത്രമാണ്. പിന്നീട് നമ്മൾ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞല്ലോ. എന്താണത്? അല്ലേ, അദ്ദേഹത്തിന്റെ എത്രാമത്തെ രക്തസാക്ഷിത്വമാണ്? അല്ലെ, 150ാമത് രക്തസാക്ഷിത്വമാണ് 2024 ആചരിച്ചത് അല്ലേ. അതുപോലെ തന്നെ കുമാരനാശാന്റേത് അല്ലെ, കുമാരനാശനുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ ചരമവാർഷികം അല്ലെ എത്രാമത്തേതായിരുന്നു? 100ാമത്തേത് അല്ലെ. എത്രാമത്തേതായിരുന്നു? 100ാമത്തെ ചരമവാർഷികമായിരുന്നു. ഓക്കെ, അപ്പൊ ആറാട്ടുപുഴ വേലായുധ പണിക്കര് 150ആണ്. കുമാരനാശൻ എത്രയാണ്? 100 ആണ്. അടുത്തൊരു കാര്യം നമ്മൾ കെ സ്മാർട്ടിനെ പറ്റി പറഞ്ഞു അല്ലേ. എന്താണ് കെ സ്മാർട്ട് എന്ന് പറഞ്ഞാല്? കേരള സൊല്യൂഷൻ അല്ലെ, കേരള സൊല്യൂഷൻ ഫോർ മാനേജിങ് അഡ്മിനിസ്ട്രേഷൻ റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ആണ് കെ സ്മാർട്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ഓൺലൈൻ വഴിയാക്കുന്ന സംവിധാനമാണ് എന്താ കെ സ്മാർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പിന്നീട് നമ്മൾ പറഞ്ഞില്ലേ ഭരണഘടനാ സാക്ഷരത നേടുന്ന അല്ലെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ജില്ലയാണ് ഏത്? കൊല്ലം എന്ന് പറയുന്നത് അല്ലെ. ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ജില്ലയാണ് ഏത്? കൊല്ലം എന്ന് പറയുന്നത്. അടുത്തതല്ലേ ഓൺലൈൻ ഗ്രാമസഭ കൂടിയ പഞ്ചായത്ത് ഏതായിരുന്നു? ഓൺലൈൻ ഗ്രാമസഭ കൂടിയ പഞ്ചായത്ത് അല്ലെ മലയൻകീഴ് പഞ്ചായത്താണ് അല്ലെ. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് പഞ്ചായത്തിലാണ് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ കൂടിയ പഞ്ചായത്ത് എന്ന് പറയുന്നത്. അടുത്തത് അല്ലെ കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം അതെവിടെയായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കട്ടെ. അതിന് വേണ്ടിയിട്ടാണ് രണ്ടാമത് ഇതൊക്കെ എഴുതി വെച്ചേക്കുന്നത്. നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഉത്തരങ്ങളൊക്കെ വരുന്നുണ്ടോ നോക്കുക. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭാഗം പഠിച്ചു എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം എവിടെയാണത്? അല്ലെ നമ്മുടെ കോഴിക്കോടുള്ള ഫറോക്ക് ആണ് അല്ലെ. എവിടെയാണ്? കോഴിക്കോടുള്ള ഫറോക്ക്. അടുത്തത് രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദി എവിടെയാണ്? രാജ്യാന്തര AI ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അല്ലെ AI എന്ന് പറഞ്ഞാൽ എന്താ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അതിന്റെ ഉച്ചകോടിയുടെ വേദി എവിടെ വെച്ചിട്ടായിരുന്നു? നമ്മുടെ കൊച്ചിയിൽ വെച്ചിട്ടാണ് അല്ലെ. എവിടെ വെച്ചിട്ടാണ്? കൊച്ചിയിൽ വെച്ചിട്ട്. ദെൻ ജിതേഷ് ജി അല്ലെ, ജിതേഷ് ജിയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യമാണ് പറഞ്ഞത്? അല്ലെ അദ്ദേഹത്തെ ഏതിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ഒക്കെ ആക്കി. ഏതിന്റെയാണ്? അല്ലെ കാന്തല്ലൂർ പഞ്ചായത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് അല്ലെ ആര്? ജിതേഷ് ജി എന്ന് പറയുന്നത്. ജിതേഷ് ജി എന്തിന്റെ കർത്താവായിരുന്നു അല്ലെങ്കിൽ ആവിഷ്കർത്താവ് എന്ന് പറയുന്നത് എന്തിന്റെ ആയിരുന്നു? വരയരങ്ങ് അല്ലെ. വരയരങ്ങ് എന്ന കലാരൂപത്തിന്റെ ആവിഷ്കർത്താവാണ് ആര്? ജിതേഷ് ജി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കെ ലിഫ്റ്റ് അല്ലെ. കെ ലിഫ്റ്റ് 24 അല്ലെ. എന്താണ് കെ ലിഫ്റ്റ് 24 എന്ന് പറഞ്ഞാല്? എന്തുമായി ബന്ധപ്പെട്ടതാണ് കെ ലിഫ്റ്റ്? എന്തുമായി ബന്ധപ്പെട്ടതാണ്? കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ കെ ലിഫ്റ്റിന്റെ ഫുൾ ഫോം എന്ന് ഓർത്ത് വെച്ചേക്കണം. കേരള ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ ആണ്. എന്താണ്? കേരള ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കുടുംബശ്രീയിലെ അല്ലെ 3 ലക്ഷം വരുന്ന അംഗങ്ങൾക്ക് അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് എന്ത്? കെ ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു പോയിന്റ് നോക്കാം. കേരള ശാസ്ത്ര കോൺഗ്രസ് അല്ലെ. എവിടെ വെച്ചിട്ടാണ് കേരള ശാസ്ത്ര കോൺഗ്രസ് നടന്നത്? എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ കാസർഗോഡാണ് അല്ലെ. കാസർഗോഡ് വെച്ചിട്ടാണ് കേരള ശാസ്ത്ര കോൺഗ്രസ്. എത്രാമത്തെയാണ്? 36ാമത്തേത് കേട്ടോ. അപ്പൊ 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? കാസർഗോഡാണ് അല്ലെ. എവിടെയാണ് ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി? കാസർഗോഡാണ്. അടുത്തത് ഓർമ്മത്തോണി അല്ലെ. എന്താണ്? എന്ത് പദ്ധതിയാണ് ഓർമ്മത്തോണി എന്ന് പറഞ്ഞാല്?
ഓർമ്മത്തോണി അതുപോലെ സ്നേഹഹസ്തവും അല്ലെ രണ്ടും ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഓർമ്മത്തോണി? ആർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഓർമ്മത്തോണി? ഓർമ്മത്തോണി ആർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു? കിട്ടുന്നുണ്ടോ? അല്ലെ ഡിമെൻഷ്യ സൗഹൃദ കേരള അല്ലെ, അതായത് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികൾക്ക് വെച്ചിട്ട് അവരുടെ ഒരു സൗഹൃദ കേരളം അല്ലെ, അങ്ങനെ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് എന്താ ഓർമ്മത്തോണി എന്ന് പറയുന്നത്. ഓക്കെ. എന്നാൽ സ്നേഹഹസ്തം എന്ന പ്രോഗ്രാമോ? അത് ആരാ കൊണ്ടുവന്നിട്ടുള്ളത്? അല്ലെ വനം വകുപ്പാണ്. അതും കൂടി ഓർത്ത് വെച്ചേക്കണം, വനം വകുപ്പാണ് അല്ലെ സ്നേഹഹസ്തം എന്ന പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ വനം വകുപ്പാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടൂലേ, എന്തുമായി ബന്ധപ്പെട്ടതാവും? അല്ലെ ആദിവാസികളുമായി ബന്ധപ്പെട്ടതാണ്. ആദിവാസി ജനങ്ങൾക്ക് അവരുടെ ആരോഗ്യ സേവനങ്ങളൊക്കെ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഇത് സ്നേഹഹസ്തം എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള എവിടെ വെച്ചിട്ടായിരുന്നു ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള നടന്നത്? നമ്മുടെ തൃശ്ശൂരാണ് അല്ലെ. എവിടെ വെച്ചിട്ടാണ്? തൃശ്ശൂരാണ്. ദെൻ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യമാണ് പറഞ്ഞത്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അല്ലെ എന്താണ്? 100-ാം വാർഷികം അല്ലെ, 100-ാം വാർഷികം 1924 വൈക്കം സത്യാഗ്രഹം. അതിന്റെ 100-ാം വാർഷികം എന്നായിരുന്നു? 2024 അല്ലെ. അപ്പൊ അതും കൂടി ഓർത്ത് വെച്ചേക്കുക. അടുത്ത പോയിന്റ് അല്ലെ, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കേരളത്തിന്റെ വേതനം എത്രയായിരുന്നു? കേരളത്തിൻ്റെത് എത്രയായിരുന്നു? കേരളം എത്രയാണ്? 346 അല്ലെ. 346 346 ആണ്. ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഹരിയാനയാണ് അല്ലെ, 374. ഓക്കെ. അടുത്ത പോയിന്റ് നോക്കാം. DC കണക്ട് അല്ലെ. DC കണക്ട് എന്തുമായി ബന്ധപ്പെട്ടതാണ്? DC കണക്ട് അല്ലെ നമുക്ക് പറഞ്ഞു ഇവിടെ DC എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്റ്റ് ടു കളക്ടർ ആണ് അല്ലെ. അതായത് നമ്മുടെ പൊതുജനങ്ങളുടെ പരാതികൾ നേരിട്ടിട്ട് കളക്ടറിനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള IT മിഷൻ നടപ്പിലാക്കിയിട്ടുള്ളൊരു പദ്ധതിയാണ് എന്താ DC കണക്ട് എന്ന് പറയുന്നത്. പദ്ധതിയല്ല, ഒരു സംവിധാനമാണ് എന്താ DC കണക്ട് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഡയറക്റ്റ് ടു കളക്ടർക്ക് അല്ലെ, നേരിട്ട് നമ്മൾ കളക്ടറെ കണ്ടിട്ട് പരാതി ബോധിപ്പിക്കുന്നതിനുള്ള സംവിധാനം, അതാണ് DC കണക്ട് എന്ന് പറയുന്നത്. അടുത്തത് ഓപ്പറേഷൻ ഡി ഹണ്ട് അല്ലെ. എന്താണ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറഞ്ഞാല്? ഡി ഉണ്ട് അല്ലെ. അവിടെ ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രഗ്സ് ആണ്, അതായത് മയക്കുമരുന്നാണ്. അപ്പൊ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉപഭോഗം, അതിന്റെ കച്ചവടമൊക്കെ അല്ലെ കണ്ടെത്തുന്നതിനും അത് പരിശോധിക്കുന്നതിനുള്ള പോലീസിന്റെ സംവിധാനമാണ് എന്ത്? ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ചങ്ങാതി അല്ലെ. ചങ്ങാതി എന്താ? ചങ്ങാതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? അല്ലെ നമ്മുടെ അതിഥി തൊഴിലാളിയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് അതിഥി തൊഴിലാളികൾക്ക് മലയാളം അല്ലെ, അവരെ മലയാളം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാക്ഷരതാ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് ചങ്ങാതി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മധുരം അല്ലെ, മധുരം ആരുമായി ബന്ധപ്പെട്ടതാണ്? ഇപ്പൊ ഒരുപാട് പദ്ധതി പറയുന്നുണ്ട്, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറരുത്, പ്രത്യേകം നോട്ട് എഴുതി വെച്ച് പഠിക്കട്ടോ. മധുരം എന്തുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്? മധുരം ആർക്കാണ്? അല്ലെ വയോജനങ്ങളാണ് അല്ലെ. വയോജനങ്ങൾക്ക് അല്ലെ അവരുടെ മാനസിക ആരോഗ്യമൊക്കെ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് അല്ലെ. ആരാണ്? കുടുംബശ്രീ പദ്ധതിയാണ് കേട്ടോ. അതും കൂടി ഓർത്ത് വെച്ചേക്കണം. കുടുംബശ്രീയുടെ ഒരു പദ്ധതിയാണ് മധുരം എന്ന് പറയുന്നത്. വയോജനങ്ങൾക്ക് എന്താണ്? അവരുടെ മാനസിക ആരോഗ്യമൊക്കെ ഉറപ്പ് വരുത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് ഏത്? മധുരം എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ കോഡ് ഗ്രേ പ്രോട്ടോകോൾ അല്ലെ. കോഡ് ഗ്രേ പ്രോട്ടോകോൾ നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ് അല്ലെ. അപ്പൊ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ആരോഗ്യ മേഖലയിൽ ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് എന്താ പറയാ രോഗികളും ഹോസ്പിറ്റൽ അവരുടെയൊക്കെ ഒരു സുരക്ഷിതത്വം ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു പ്രോട്ടോകോൾ ആണ് എന്ത്? കോഡ് ഗ്രേ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അത് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഏത്? നമ്മുടെ കേരളം. ക്ലിയർ അല്ലേ? ലാസ്റ്റ് വൺ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം അല്ലെ. എവിടെയാണ് വന്നത്? അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം എവിടെയാണ് വന്നത്? കോഴിക്കോട് അല്ലെ. കറക്റ്റ് അല്ലേ? കോഴിക്കോടാണ് വന്നത്. അപ്പൊ ഇത്രയെടുത്ത ഭാഗങ്ങളൊക്കെ ക്ലിയർ അല്ലേ? അപ്പൊ നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഇതിന്റെ ഒരു ബാക്കി ഭാഗം ഇനി അടുത്തൊരു ക്ലാസ്സിലായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.